അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നോക്കൂ, അശുതോഷ് രംഗയുടെ ട്വീറ്റാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു SFI, AISF, ഐസ ആൻഡ് അതർ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഫോർ ദെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്യമായി ദീപ്കയും ഇട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് അവർ തന്നെ പറയുന്നതിൽ അസ്വസ്ഥമാകുന്ന ഗോദി മീഡിയ ഉണ്ട്. അത് താങ്കൾ കണ്ട അവിടെ മാത്രമല്ല, ഇവിടെയും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അവരെയൊക്കെ പൊളിച്ച് പുറത്തു കാട്ടുന്ന ഒരു തരത്തിലുള്ള സമരം കൂടിയാണ്, ആ സമരത്തിൻ്റെ വിജയം കൂടിയാണിത്. സർക്കാർ മാത്രമല്ല വീണതെന്ന്. ഇതിൻ്റെ തുടർ ചലനങ്ങളെ നാളത്തെ പാർലമെൻറ്റിലടക്കം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നാളെ പാർലമെൻറ്റ് സമ്മേളനമാണ്. അജിംഷാദ്, നേരത്തെ എൻ്റെ സഹ പാനലിസ്റ്റ് ഈ വലതു നിരീക്ഷകൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാളെന്ന രീതിയിൽ ഈ സമരത്തിന്റെ ആദ്യ ദിനം തൊട്ട് തന്നെ സോണം വാങ്ചുക്ക് സമരം ആരംഭിക്കുന്ന സമയം മുമ്പ് അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ സമരം ആലോചിക്കുന്ന സമയത്ത് തന്നെ CJP ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾക്കും അവർ കത്ത് നൽകിയിരുന്നു. അത് SFI, ഐസ ഉൾപ്പെടെയുള്ള ASF ഉൾപ്പെടെയുള്ള NSU ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷെ അതിൽ നിന്ന് NSU മാത്രമാണ് അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാതിരിക്കുകയോ അതിനകത്ത് പങ്കെടുക്കാതിരിക്കുകയോ ചെയ്തത്. ബാക്കി ഇടത് വിദ്യാർത്ഥി സംഘടനകളും മറ്റ് സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഈ സമരവുമായി സഹകരിക്കുകയാണ്. സോനം വാങ്ചുക്ക് ആരംഭിക്കുന്ന അന്ന് തന്നെ ഐസയുടെ അഖിലേന്ത്യാ അധ്യക്ഷ ഈ നെഹ ബോറ എന്ന് പറയുന്ന പെൺകുട്ടി 23 ദിവസം സമരം നടത്തിയത് നമ്മൾ കണ്ടാണ്. അതോടൊപ്പം ഡാനിഷിനെ പോലെയുള്ള ആളുകൾ, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഐഷി ഘോഷിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ നിരവധിയായി ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവരെല്ലാം അരാഷ്ട്രീയവാദികളാണെന്നും ഇവരെല്ലാം ഈ പറയുന്ന അനാർക്കിസ്റ്റുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇവരെല്ലാം ഒരു കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ ഭാഗമായി, ഒരു കൃത്യമായ ഐഡിയോളജിയുടെ ഭാഗമായി നിലനിൽക്കുകയും അതിന്റെ ഭാഗമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ആളുകളാണ്. അപ്പൊ ഈ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് എല്ലാവരെയും നേരത്തെ രാജ്യദ്രോഹികളായിരുന്നു, നേരത്തെ ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന അരാജകവാദികളാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഈ സമരത്തിനകത്ത് ഞങ്ങൾ ഏറ്റവും മനോഹരമായി കേട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം വിഭജനം ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളതാണ്. ഹിന്ദു മുസ്ലിം നെഹി ചലേഗ എന്നുള്ള മുദ്രാവാക്യമാണ് ഇവിടെ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം തങ്ങളെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഈ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യയശാസ്ത്രമായി BJPയും RSSും മാറുന്നു എന്ന് ഇന്ത്യയിലെ പുതിയ തലമുറ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. ഇവിടെ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്തിരുന്ന മുസ്ലിം നാമധാരികളായ ആളുകളെ കേസിനകത്തുപ്പെടുത്തി. ഇപ്പൊ ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരനെയും പിതാവിനെയും ഒക്കെ മീററ്റിലും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന, UP പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെ വിഭജനവും വിഘടനവും ഉണ്ടാക്കി ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്കാണ് ഇതൊന്നും വില കൽപ്പിക്കാതെ ഇന്ത്യയിലെ യുവതയാകെ വലിയ സമരവുമായി മുന്നോട്ട് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ആവേശകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡൽഹി പോലെയുള്ള പ്രദേശത്ത്, UP പോലെയുള്ള പ്രദേശത്ത് നിങ്ങൾക്കിപ്പോൾ എല്ലാ വാഹനങ്ങളുടെയും മുമ്പിൽ, ബോണറ്റിന് മുമ്പിൽ BJPയുടെ താമര പേറുന്ന ഒരു കൊടി കാണാമായിരുന്നു. ചെറിയ കൊടി വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ സമരം ആരംഭിച്ച് ചില BJP പ്രവർത്തകർ അല്ലെങ്കിൽ വളരെ ശക്തരായ സംഘപരിവാർ അനുയായികൾ ഈ സമരത്തിനിടയ്ക്ക് BJP കൊടികളുമായി ചെന്നുകൊണ്ട് പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ എങ്ങനെയാണ് സമരക്കാർ കൈകാര്യം ചെയ്തത് എന്ന് കണ്ടതിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇത്തരം കൊടി വെച്ച് വരുന്ന ആളുകൾ തങ്ങളുടെ വാഹനത്തിൽ നിന്ന് ആ കൊടി മാറ്റുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾ വളരെ ആവേശപൂർവ്വം കാണുകയാണ്. കാരണം അഭിമാനപൂർവ്വം BJPയുടെ കൊടി സ്വന്തം കാറിന് മുമ്പിൽ വെച്ച് നടന്നിരുന്ന ആളുകൾ ആ കൊടി അഴിച്ച് വണ്ടിയിൽ വെച്ച് യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ BJPയുടെ കൊടി കണ്ടാൽ അടി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്നുള്ളത് ഞങ്ങളൊരു ആവേശപൂർവ്വമാണ് കാണുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളെ തെരുവിൽ നേരിടുന്ന ഒരു യുവത വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് വളരെ ദീർഘകാലമായി BJPക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചെല്ലാം വലിയ ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. അത് നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ടതാണ്. നിങ്ങൾ ചെയ്ത, BJP ചെയ്ത, RSS ചെയ്ത, ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം, ആ ദ്രോഹം രാജ്യത്തെ പുതിയ തലമുറ തിരിച്ചറിയുന്നു. അവർ അതിനോട് പ്രതികരിക്കുന്നു. അവർ അത് പ്രതികരിക്കുമ്പോൾ നിങ്ങൾ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ വേണ്ടി, ആന്റി സോഷ്യൽ എലമെന്റായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ത്യയിലെ ഗോദി മീഡിയയുടെ പിന്തുണ കിട്ടും. പക്ഷേ ഇന്ത്യയിലെ യുവാക്കളുടെയും ഈ പറയുന്ന ജെൻസി തലമുറയുടെയും അല്ലെങ്കിൽ മതനിരപേക്ഷവാദികളുടെയും പിന്തുണ ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിലുള്ള സമരങ്ങളിലൂടെയും തെളിയാൻ പോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് എത്തനോൾ പെട്രോൾ ആയാലും ശരി,
മറ്റു വിഷയങ്ങളായാലും ശരി, ഇന്ത്യയിലെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ഇവിടെ ഇന്ത്യയിൽ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഈ പറയുന്ന ജാതിയും മതവും വിഘടനവാദവും പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, ഇനി അത് മുന്നോട്ട് പോകില്ല, നിങ്ങളുടെ രാഷ്ട്രീയം വിഭജനത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ഈ സമരം തെളിയിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ആവേശവും. തീർച്ചയായും ഇനി പാമ്പിനെ കാട്ടിയുള്ള തട്ടിപ്പ് നടക്കില്ല. പക്ഷേ ഒരു കാര്യം കൂടി സുഭാഷ് ചന്ദ്രൻ ചുരുക്കി, അതായത് ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ CPIMൻ്റെ MP ജോൺ ബ്രിട്ടാസ് അടക്കം സന്തോഷ് കുമാർ, ഇടത് MP മാരൊക്കെ അതേ സംബന്ധിച്ച് പറയുകയൊക്കെ ചെയ്തു. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പോലും വിടുന്നില്ല എന്ന്. ആ പരിക്കേറ്റ വിദ്യാർത്ഥികൾ എന്നത് ഒരു വലിയ നോവാണ്. കാരണം അവരോട് അശ്ലീലം വരെ കാട്ടി ഈ പോലീസ്, ഈ ദില്ലിയിലെ പോലീസ്, ഈ അമിത്ഷായുടെ പോലീസ്. ഈ അക്രമങ്ങൾക്കെതിരെ ഞങ്ങൾ കൃത്യമായ നിയമ നടപടികൾ, ഈ സമരം ഇന്നലെ അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഈ സമരത്തിന്റെ മറ്റ് ചലനങ്ങൾ അവസാനിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള അഭിഭാഷക സംഘം അവിടെ ഒരു നിയമസഹായ സെല്ല് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ആവശ്യമായ നിയമസഹായം നൽകാൻ വേണ്ടി, മജിസ്ട്രേറ്റുമാർക്ക് മുമ്പിൽ പരാതി നൽകാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതി ഞങ്ങൾ ആൾറെഡി ഐഷു ഘോഷിന്റെ പേരിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ മറ്റ് ചില നേതാക്കൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളുമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഡൽഹി പോലീസിനെയും ഈ ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും തുറന്നു കാണിക്കുകയും അവരെ ശരിയായ പാതയിലേക്ക്, ഇതൊരു പോലീസ് സ്റ്റേറ്റിൽ നിന്നും ജനാധിപത്യ സമൂഹമാണെന്നും ജനാധിപത്യ സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു സിവിലൈസ്ഡ് മാനറിൽ പെരുമാറാൻ വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതികളിലേക്കും മറ്റ് നിയമ സംവിധാനങ്ങളിലേക്കും കൊണ്ടുപോവുകയാണ്. അവർക്ക് നീതി ഉറപ്പാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.